ഹായ് ഫ്രണ്ട്സ്, എല്ലാവർക്കും നമ്മളുടെ പുതിയ വീഡിയോയിലേക്ക് സ്വാഗതം. എല്ലാവരും സുഖമായിട്ടും സന്തോഷമായിട്ടും ഹെൽത്തി ആയിട്ടൊക്കെ ഇരിക്കുന്നു എന്ന് വിശ്വസിക്കുന്നു. ഇന്ന് ഈസ്റ്ററിൻ്റെ അന്നത്തെ നമ്മളുടെ കുറച്ച് വിശേഷങ്ങളാട്ടോ ഇൻക്ലൂഡ് ചെയ്തിട്ടുള്ളത്. അപ്പം നമുക്ക് വീഡിയോയിലേക്ക് പോയാലോ. ആദ്യമേ തന്നെ ഞാൻ നമ്മളുടെ കൂർഗ് സ്റ്റൈല് പോർക്ക് കറി എങ്ങനെ ആക്കുന്നതെന്നുള്ളത് കാണിക്കുന്നത്. ഇത് ഞാൻ ഓൾറെഡി അപ്ലോഡ് ചെയ്തിട്ടുണ്ട്. പിന്നെ ഇപ്പോൾ ആക്കുമ്പോൾ ഞാൻ ജസ്റ്റ് ഒന്ന് പറഞ്ഞു തരാം. ഇതിപ്പോൾ ആദ്യമേ പോർക്ക് കുറച്ച് മഞ്ഞൾപ്പൊടി, ഉപ്പ്, നാരങ്ങ നീര്, അതിൻ്റെ ഒപ്പം ഇഞ്ചി വെളുത്തുള്ളിയും പിന്നെ സവോള, പച്ചമുളക് ഇതെല്ലാം കൂടെ അങ്ങ് അരിഞ്ഞിട്ട് ഒന്ന് മിക്സാക്കി ഒരു അരമുക്കാൽ മണിക്കൂർ വെച്ചാൽ അത്രയും നല്ലത്. എന്നിട്ട് അതിൻ്റെ അകത്തോട്ട് 1-2 കുടംപുളിയും കൂടി ഇട്ടിട്ട് അങ്ങനെ കുറച്ച് വെള്ളവും കൂടി ഒഴിക്കുക. എന്നിട്ട് അങ്ങനെ തീയെ വെച്ച് അതൊന്ന് വേവിക്കുക. ഒരു പകുതി വേഗം ആകുന്നത് വരെ ഒന്ന് വേവിക്കണേ. അത് കഴിഞ്ഞ് അതിൻ്റെ അകത്തോട്ട് കുറച്ച് മസാല നമ്മൾ ആക്കി ഇടുകയാണ് ചെയ്യുന്നത്. അതിന് വേണ്ടിയിട്ട് ആദ്യം തന്നെ ഞാൻ 2 സ്പൂണ് കടുക് എടുത്തിട്ടുണ്ട്. അതിൻ്റെ ഒപ്പം 1 സ്പൂണ് ഉലുവ, പിന്നെ 1 സ്പൂണ് ജീരകം, പിന്നെ പട്ട, ഗ്രാമ്പു, ഏലക്ക എല്ലാം കുറേശ്ശെ എടുത്തുള്ളത്, സ്റ്റാറും എടുത്തിട്ടുണ്ട്, പെരുംജീരകവും. ഇതിന് പകരമായിട്ട് നമുക്ക് ഗരം മസാല എടുത്താലും മതി. പക്ഷെ ഞാനിവിടെ ഇതെല്ലാം കൂടെ ഒന്ന് ഡ്രൈ റോസ്റ്റ് ചെയ്ത് അതൊരു ഇടികല്ലിലിട്ട് നന്നായിട്ടൊന്ന് പൊടിച്ചെടുക്കുന്നുണ്ട്. അതിനുശേഷം അതേ പാനിലേക്ക് തന്നെ ഒരു 3 സ്പൂണ് മല്ലിപ്പൊടി, അതിൻ്റെ ഒപ്പം ഒരു എരിവുള്ളതിനനുസരിച്ച് 1-2 സ്പൂണ് മുളക് പൊടി. ഇത് നന്നായിട്ട് ഫ്രൈ ആക്കി എടുക്കണം, എന്ന് വെച്ചാൽ ഡ്രൈ റോസ്റ്റ് ആക്കി എടുക്കണം. കളർ ഏതാണ്ട് ഒരു നല്ല ബ്ലാക്ക് കളർ ആവുന്നത് വരെ ഡ്രൈ റോസ്റ്റ് ആക്കുക. പക്ഷേ ഇത് കരിഞ്ഞു പോകാൻ പാടില്ല കേട്ടോ. എന്നിട്ട് ഇതിൻ്റെ അകത്തോട്ട് നമ്മൾ നേരത്തെ പൊടിച്ചു വെച്ച മസാല ഉണ്ടല്ലോ, അതെല്ലാം കൂടെ ഇട്ട് അത് ഒന്ന് മൂപ്പിച്ചെടുത്തു. എന്നിട്ട് ഒരു പകുതി മുക്കാൽ വേവാകുമ്പോഴത്തേക്കും പോർക്കിൻ്റെ അകത്തോട്ട് ഇതെല്ലാം കൂടെ ഈ പൊടികൾ ചേർത്ത് കൊടുക്കുക. എന്നിട്ട് മൂടി വെച്ച് കുറച്ച് നേരം വേവിച്ചിട്ട് അതിൻ്റെ അകത്തോട്ട് എരിവിന് വേണ്ടി നമ്മൾ കുരുമുളക് പൊടി, അത് ഏറ്റവും ലാസ്റ്റായിട്ട് കൊടുക്കണം കേട്ടോ. ഇപ്പോഴത്തേക്ക് ഇത് അത്യാവശ്യം നന്നായിട്ട് തന്നെ വെന്തിട്ടുണ്ട്. എന്നിട്ട് ഇതിൻ്റെ അകത്തോട്ട് കുറച്ച് മല്ലിയിലയും കൂടെ ഇട്ടിട്ട് നന്നായിട്ട് മിക്സ് ആക്കിയാൽ നമ്മളുടെ കറി റെഡിയായി. ഇത് ശരിക്കും മൂടി വെച്ചൊരു 2 മണിക്കൂർ കഴിഞ്ഞ് കഴിക്കുന്നതാണ് അതിൻ്റെ ടേസ്റ്റ്. പിന്നെ അതിൻ്റെ ഒപ്പം ഞാൻ എടുത്തിരിക്കുന്നത് കടുമ്പ് ചെയ്യാൻ വേണ്ടിയിട്ടാണ്. അതിനുവേണ്ടി ഞാനിപ്പോൾ ഇവിടെ ആവശ്യത്തിലുള്ള വെള്ളം, ഇപ്പം നമ്മൾ എന്തോരം പൊടിയാണോ എടുക്കുന്നത് അതിൻ്റെ ഇരട്ടി വെള്ളം അങ്ങനെയാണ്. എന്നിട്ട് ആ വെള്ളത്തിന് ആവശ്യത്തിനുള്ള ഉപ്പും കൂടി ഒഴിച്ചു. എന്നിട്ട് 1 സ്പൂണ് എണ്ണയും കൂടി ഒഴിച്ചിട്ട് നന്നായിട്ട് തിളയ്ക്കുക. തിളച്ച ശേഷം ഇതിൻ്റെ അകത്തോട്ട് ഞാൻ റൈസ് റവയാണ് എടുത്തിരിക്കുന്നത്. ഇഡ്ഡലി റവ എന്ന് പറഞ്ഞാൽ, പക്ഷേ ഇഡ്ഡലി റവ എല്ലാം റൈസ് റവ ആയിരിക്കില്ല, അത് നോക്കിയെടുക്കണേ. നാട്ടിലാണെങ്കിൽ കടുംപുട്ട് പൊടിയെന്നും പറഞ്ഞുകൊണ്ട് തന്നെ കിട്ടും. പക്ഷേ ഇവിടെ നമുക്ക് റൈസ് റവയാണ് കിട്ടുന്നത്. അത് വെച്ചിട്ടാണ് ഞാൻ ചെയ്യുന്നത്. പക്ഷേ പുട്ടിലാക്കുമ്പോഴത്തേക്ക് അത്രയും പുട്ടുപൊടിയിൽ അത്ര ഭംഗിയായിട്ട് വരുന്നില്ല. അതുകൊണ്ട് ഞാൻ റൈസ് റവ എടുത്തത്. അതാകുമ്പം കുറച്ചും കൂടെ വലിയ തരിക. എന്നിട്ട് ഇതാ വെള്ളത്തിൻ്റെ അകത്ത് മിക്സാക്കി ടൈറ്റായിട്ട്, അതായത് നമുക്ക് കൈ കൊണ്ട് ഉരുട്ടിയാൽ വരുന്ന പാകത്തിന് ഇത് കുഴച്ചെടുക്കുക. എന്നിട്ട് അതിൻ്റെ ഒന്ന് തണുക്കണം. അതിൻ്റെ ചൂടൊന്ന് പോയ ശേഷം കൈ കൊണ്ട് ഇതുപോലെ ഉരുള പിടിച്ച് അപ്പച്ചെമ്പിലേക്കോ അല്ലെങ്കിൽ ഒന്ന് ആവി കയറ്റിയെടുക്കാൻ വേണ്ടിയിട്ടുള്ള ഒരു പാത്രത്തിലേക്ക് നമ്മൾ അങ്ങനെ ഉരുണ്ടയായിട്ട് വെക്കുക. എന്നിട്ട് ഇതൊന്ന് നന്നായിട്ട് വേവിച്ചെടുക്കുക. അതായത് ഒരു 15-20 മിനിറ്റേലും അതൊന്ന് ആ ആവിപാത്രത്തിൽ വെന്ത് വരണം. ഇതിൻ്റെയും റെസിപ്പി ഞാൻ സെപ്പറേറ്റ് ചെയ്തിട്ടുണ്ട്. അഥവാ വേണമെന്നാണെങ്കിൽ അത് ചെക്ക് ചെയ്താൽ മതി കേട്ടോ, എല്ലാത്തിൻ്റെ എക്സാക്റ്റ് മെഷർമെൻറ്റും കാര്യങ്ങളൊക്കെ അറിയാൻ. എന്നിട്ട് ഇതിപ്പം അത്രയും ആക്കി വെച്ചിട്ട് നമ്മളിപ്പം രാത്രി പള്ളിയിൽ പോവുക. ഈസ്റ്ററിൻ്റെ അന്ന് രാത്രിയിൽ എല്ലാം റെഡിയായി പള്ളിയിൽ പോയി തിരിച്ച് വന്നിട്ട് കഴിക്കാൻ വേണ്ടിയിട്ടുള്ള ഫുഡാണ് ആക്കി വെച്ചത്. പിന്നെ അങ്ങനെ നമ്മൾ ടാക്സി ബുക്കൊക്കെയായിരുന്നു പോയത്. അങ്ങനെ പള്ളിയിലേക്ക് പോയിക്കൊണ്ടിരിക്കുക. അത് നല്ല തിരക്കായിരുന്നു. നമ്മൾ വൈകുന്നേരം 8 മണിയുടെ കുർബാനയ്ക്കാണ് പോയത്. പക്ഷേ 8 മണിയുടെ കുർബാന എന്ന് പറഞ്ഞാലും നല്ല തിരക്കായിരുന്നു. അങ്ങനെ ഉയർപ്പിൻ്റെ ശുശ്രൂഷകളെല്ലാം പങ്കെടുത്ത് തിരിച്ച് പിന്നെ നമ്മൾ വന്നു കേട്ടോ. വന്നു കഴിഞ്ഞപ്പോഴത്തേക്ക് എൻ്റെ കസിനും പിള്ളേരൊക്കെ വന്നിട്ടുണ്ടായിരുന്നു. അവരോട് സിയ ഭയങ്കര കളിയായിരുന്നു. സിയ ശരിക്കും പറഞ്ഞാൽ അറബാധിച്ചു. അങ്ങനെ ഒരു ദിവസമായിരുന്നു. അത് കഴിഞ്ഞ് പിന്നെ പിറ്റേന്ന് സിയൊക്കെ എണീക്കുന്നതിന് മുന്നേ ഞാൻ ശരിക്കും പുറത്ത് പോയിട്ട് സിയയ്ക്ക് കുറച്ച് ഗിഫ്റ്റ് വാങ്ങിയിട്ടുണ്ടായിരുന്നു. ശരിക്കും ഈസ്റ്ററിന് ഒരു ഈസ്റ്റർ ബാസ്ക്കറ്റ് പോലെ ഒരു സംഭവം കൊടുക്കണം എന്ന് എനിക്ക് ആഗ്രഹമുണ്ടായിരുന്നു. പക്ഷേ തലേന്ന് എനിക്ക് അത് വാങ്ങാനോ പാക്ക് ചെയ്യാനൊന്നും സമയം കിട്ടില്ല. അപ്പം ഞാൻ വെച്ചാൽ രാവിലെ നേരത്തെ എഴുന്നേറ്റിട്ട് ഓടിപ്പോയി പർച്ചേസ് ചെയ്ത്
തിരിച്ച് കൊണ്ടുവന്ന് പാക്ക് ചെയ്ത് വെക്കുന്ന ഒരു ഇതായത്. ഇതിൻ്റെ അകത്ത് ശരിക്കും അവൾക്കൊരു സ്റ്റോറി ബുക്കുണ്ട്, ഒരു ഈ കിഡ്സിൻ്റെ പൂള് പോലത്തെ സംഭവം, പിന്നെ ഡ്രസ്സ്, അതിനുള്ള കുറച്ച് അക്സസറീസും, പിന്നെ ഈ ഫ്രിഡ്ജ് മാഗ്നറ്റായിട്ട് വെക്കുന്ന കൂട്ട് നമ്മളുടെ ABCD 1 2 3 ഒക്കെ ഉണ്ടല്ലോ, അതൊക്കെ അതിൻ്റെ അകത്തുള്ളത്. എന്നിട്ട് പിന്നെ പെട്ടെന്ന് അവൾ എഴുന്നേൽക്കുന്നതിന് മുമ്പേ ഞാൻ പാക്ക് ചെയ്യുക. കാരണം ഇതിൻ്റെ സൗണ്ട് കേട്ടാൽ തന്നെ കൊച്ച് എണീക്കും. അതിന് വേണ്ടിയിട്ട് പെട്ടെന്ന് പാക്ക് ചെയ്തേ. അങ്ങനെ ഇതൊക്കെ പാക്ക് ചെയ്ത് സിക്ക് കൊടുത്തു കഴിഞ്ഞപ്പോൾ ഒക്കെ ഭയങ്കര സന്തോഷമായിരുന്നു. കാരണം ഞാൻ പർച്ചേസ് ചെയ്തത് തന്നെ എങ്ങനെയാണെന്ന് വെച്ചാൽ, എപ്പോഴും നമ്മൾ കടയിൽ പോകുമ്പം സിയ വേണം എന്ന് പറയുന്ന കുറച്ച് സാധനങ്ങളുണ്ടല്ലോ, അങ്ങനത്തെ സാധനങ്ങൾ നോക്കിയാണ് ഞാൻ പർച്ചേസ് ചെയ്തത്. അപ്പം ഇതാണ് സിയ ഓർക്കത്തിൽ സിയ കൊണ്ടുവന്ന് അവിടെ നിർത്തുക. അങ്ങനെ അത് അവൾ ഓപ്പൺ ആക്കുന്ന സീനായത്. ആദ്യം തന്നെ അവൾ ആ സൺഗ്ലാസസ് എടുത്ത് അതെപ്പോഴും പുറത്ത് പോകുമ്പോഴത്തേക്കും നമ്മൾ വയ്ക്കുന്ന കാണുമ്പം അവൾക്കും വേണമെന്നും പറഞ്ഞുകൊണ്ട് വഴക്ക് കൂടുമായിരുന്നു. അത് കഴിഞ്ഞ് പിന്നെ ഈ ഒരു സ്റ്റോറി ബുക്ക് ഇത് ശരിക്കും ഫ്ലിപ്പ് ചെയ്ത് അതിൻ്റെ അടിയിലൊരു സർപ്രൈസ് ഉണ്ടാവും. അത് അങ്ങനെ നോക്കുന്ന കൂട്ടൊരു സംഭവം. പിന്നെ പ്രിൻസസിൻ്റെ പോലത്തെ ഒരു കിരീടം വയ്ക്കുന്ന പോലത്തെ ഒരു ഹെയർ ബാൻഡ്, അതൊക്കെ ഭയങ്കര അവൾക്ക് ഇഷ്ടമുള്ളൊരു കാര്യമായിരുന്നു. പിന്നീട് ആ ദിവസം മുഴുവൻ ഇത് വെച്ചിട്ടായിരുന്നു അവളുടെ കളി. അത് കഴിഞ്ഞ് ഇവർ എല്ലാവരും എഴുന്നേറ്റ് കഴിഞ്ഞ് പിന്നെ നമ്മൾ ഉച്ചയ്ക്ക് ഫുഡ് പുറത്തുനിന്നായിരുന്നു കേട്ടോ. പുറത്ത് പോയപ്പോഴത്തെ ആ ഗ്ലാസും പ്രിൻസസ് ക്രൗണൊക്കെ വെച്ചിട്ടാണ് മേഡം നടന്നുകൊണ്ടിരുന്നത്. പിന്നെ അവൾ ആ സംഭവം ഊരുന്നേ ഉണ്ടായില്ല. അങ്ങനെ ഉച്ചയ്ക്ക് ഭക്ഷണമൊക്കെ കഴിച്ച് തിരിച്ച് വന്നു കഴിഞ്ഞ് വൈകുന്നേരം നമ്മളുടെ ഫ്രണ്ട്സ് വരാൻ പറഞ്ഞിട്ടുണ്ടായിരുന്നേ. അന്നേരം അവർക്ക് കൊടുക്കാനായിട്ട് എന്തെങ്കിലും ഉണ്ടാക്കേണ്ടതുകൊണ്ട് ഞാൻ പെട്ടെന്ന് കുറച്ച് പായസം ഉണ്ടാക്കി. അതൊരു സ്പെഷ്യൽ പായസമാണ്, എന്താണെന്ന് നോക്കാം. അതിനുവേണ്ടി ഞാൻ ആദ്യം കുറച്ച് നെയ്യ് ഒരു പാത്രത്തിലേക്ക് ഒഴിച്ചിട്ട് അതിൻ്റെ അകത്ത് അണ്ടിപ്പരിപ്പിട്ട് ഒന്ന് വറുത്തെടുത്തു. എന്നിട്ട് അതൊരു സൈഡിലേക്ക് മാറ്റി വെച്ചു. ഇതിൻ്റെ അകത്തോട്ട് ഗ്രേറ്റ് ചെയ്ത ക്യാരറ്റ് ഞാൻ ചേർത്ത് കൊടുത്തത്. ഈ ക്യാരറ്റ് നന്നായിട്ട് വഴണ്ട് വരണം, ഇല്ലെന്നാണെങ്കിൽ പാല് പിരിഞ്ഞു പോവും. അപ്പം നന്നായിട്ട് വഴട്ടുക. ആ ഒന്ന് വഴണ്ട് വന്ന ശേഷം അതിൻ്റെ അകത്തോട്ട് സേമിയ ചേർത്ത് കൊടുത്തൊന്ന് വഴറ്റിയെടുക്കുക. വറുത്തതാണേലും ഒന്ന് വഴറ്റി കൊടുക്കുക, വറുക്കാത്തതാണേൽ കുറച്ച് കൂടുതൽ നേരം വറുത്ത് കൊടുക്കുക. എന്നിട്ട് ഇതിൻ്റെ അകത്തോട്ട് ഞാനൊരു 1 ലിറ്റർ പാൽ ഒഴിച്ച് കൊടുത്തിട്ടുണ്ട്. എന്നിട്ട് ഇത് നന്നായിട്ട് ആ സേമിയ അതിൻ്റെ അകത്ത് കിടന്ന് വേവണം. കാരണം നമുക്ക് നോക്കിയാൽ മനസ്സിലാവുന്ന സേമിയയുടെ വേവാണല്ലോ. അപ്പോൾ സേമിയ വേവിച്ചെടുക്കുക. സേമിയ വെന്ത് കഴിഞ്ഞ് ഞാൻ ഇതിൻ്റെ അകത്തോട്ട് ഫ്ലേവറിനായിട്ട് കുറച്ച് ജീരകവും ഏലക്കയും കൂടെ പഞ്ചസാര ചേർത്ത് പൊടിച്ചിട്ട് ചേർത്ത് കൊടുക്കുന്നുണ്ട്. ഇതൊന്ന് നന്നായിട്ട് മിക്സാക്കി എടുക്കുക. മിക്സാക്കിയിട്ട് ഇതിൻ്റെ അകത്തോട്ട് മധുരത്തിനായിട്ട് ഞാൻ കണ്ടൻസ്ഡ് മിൽക്കാണ് ചേർത്ത് കൊടുക്കുന്നത്. അത് ആ ഒരു ബോട്ടിൽ ഫുള്ള് ഞാൻ ചേർത്ത് കൊടുക്കുന്നുണ്ട്. ഇനിയില്ലെന്നാണ് പഞ്ചസാരയാണല്ലോ മതി, പക്ഷേ കണ്ടൻസ്ഡ് മിൽക്കിനാണ് അതിൻ്റെ ടേസ്റ്റ്. എന്നിട്ട് ഇതെല്ലാം നന്നായിട്ട് മിക്സാക്കി എടുത്തു കഴിഞ്ഞ് അതിൻ്റെ അകത്തോട്ട് നമ്മൾ നേരത്തെ വറുത്ത് വെച്ച അണ്ടിപ്പരിപ്പുണ്ടല്ലോ, അതും കൂടെ ചേർത്ത് കൊടുത്തു കഴിഞ്ഞാൽ നമ്മുടെ പായസം റെഡിയായി. ഇത് കഴിഞ്ഞ് പിന്നെ അന്നേരത്തേക്കും നമ്മളുടെ ഫ്രണ്ട്സ് എല്ലാം വന്നായിരുന്നു. അവിടെയും സിയ ഭയങ്കര ഡാൻസും പാട്ടും മേളമായിരുന്നു. ഈ ഡ്രസ്സാണ് സിയയ്ക്ക് ഞാൻ ഗിഫ്റ്റിൻ്റെ അകത്ത് വെച്ച് കൊടുത്തിട്ടുണ്ടായിരുന്നു. ഡ്രസ്സ് മാക്സിന്നായിരുന്നു വാങ്ങിയത് കേട്ടോ. എനിക്ക് കൂടുതൽ റെസിപ്പീസൊന്നും പ്രത്യേകിച്ച് ആക്കാനോ എടുക്കാനോ ഒന്നും പറ്റിയില്ല. അപ്പം കടുമ്പിൻ്റെയും പന്നിയിറച്ചിയുടെയും റെസിപ്പി ഞാൻ ഇൻഡിവിജ്വലി ചെയ്തത് താഴെ ഡിസ്ക്രിപ്ഷനിൽ കൊടുക്കാം കേട്ടോ. അത് ഡീറ്റെയിൽ ആയിട്ട് വേണമെന്നുണ്ടെങ്കിൽ അത് നോക്കിയാൽ മതിയേ. അപ്പോൾ ഇതായിരുന്നു നമ്മളുടെ ഇന്നത്തെ വ്ലോഗ്. എല്ലാവർക്കും ഇഷ്ടപ്പെട്ടെങ്കിൽ ലൈക്ക് ചെയ്യണേ. സബ്സ്ക്രൈബ് ചെയ്യാതെ ആരെങ്കിലും കാണുന്നുണ്ടെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യണേ. അതുപോലെ നിങ്ങൾക്ക് ഈ വീഡിയോ ഇഷ്ടപ്പെടുവാണെങ്കിൽ ഒരു ഹാർട്ടെങ്കിലും കമൻ്റായിട്ട് ഇട്ട് തരണം കേട്ടോ. താങ്ക് യു ഫോർ വാച്ചിങ്.